സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസം കണ്ട ഒരു കുറിപ്പ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയാണ്. വീണ്ടെടുപ്പിന്റെ അത്ഭുത കാഴ്ചകൾ എന്ന തലക്കെട്ടിൽ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ അമേരിക്ക സൗത്ത് വെസ്റ്റ് ഭദ്രാസനത്തിലെ സീനിയർ വൈദികനായ ഫാദർ മാത്യു കോശി അറ്റ്ലാന്റ പങ്കുവച്ച കുറിപ്പാണ്. ഈ അടുത്ത സമയത്ത് ഒരു ദേവാലയ കൂദാശയിൽ സംബന്ധിച്ചപ്പോൾ ശ്രദ്ധിക്കുവാനിടയായ ഒരു ഐക്കണെ പറ്റിയാണ് കുറിപ്പെന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. കിഴക്കൻ ഓർത്തഡോക്സ് പാരമ്പര്യത്തിൽ വിരചിതമായ ഈ ഐക്കൺ ആദിമാതാവായ ഹവ്വയുടേതാണ്. ലോകത്തിലെ പല ക്രിസ്തീയ സഭകളിലും ഹവ്വയെ പറ്റി തികച്ചും വ്യത്യസ്തമായ കാഴ്ചപ്പാടാണുള്ളത്. പലയിടത്തും ആത്മീയ പ്രഭാഷണങ്ങളിലും പരിചിന്തനങ്ങളിലും ഹവ്വ തികഞ്ഞ അനുസരണക്കേടിന്റെയും ശാപത്തിന്റെയും ഒക്കെ പ്രതീകമാണ്. മനുഷ്യവർഗം നേരിടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണക്കാരി ഈ സ്ത്രീ മാത്രമാണെന്നും തന്മൂലമാണ് കഷ്ടതയും മരണവും ഇന്നും മനുഷ്യരാശിയിൽ നിലനിൽക്കുന്നതെന്നും വിശ്വസിക്കുന്നവരും അനവധിയാണ്. എന്നാൽ ഓർത്തഡോക്സ് പാരമ്പര്യത്തിൽ ഹവ്വയെ പറ്റി മുൻ സൂചിപ്പിച്ച കാര്യങ്ങളിൽ ചിലതൊക്കെ ശരിയാണെന്ന് സമ്മതിക്കുന്നുണ്ടെങ്കിലും യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാരവും മരണവും ഉയിർപ്പും വഴിയായി ഹവ്വ രക്ഷാനുഭവത്തിന്റെയും വിശുദ്ധിയുടെയും പദവിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഹവ്വയുടെ സ്ഥാനം ദൈവത്തിന്റെ സൃഷ്ടികർമ്മത്തിലും പിന്നാലെയുള്ള വിശുദ്ധ തൃത്വത്തിൽ രണ്ടാമന്റെ മനുഷ്യാവതാരത്തിലും രക്ഷാപദ്ധതിയിലും അവിതർക്കിതമായി തന്നെ നിലനിൽക്കുന്നു. താഴെ കാണുന്ന ഉയിർപ്പിന്റെ വിഖ്യാതമായ ഐക്കൺ ശ്രദ്ധിക്കുക. ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തു മരണത്തിന്റെയും നരകത്തിന്റെയും ബന്ധനത്തിൽ നിന്ന് ആദാമിനെയും ഹവ്വയെയും കൈപിടിച്ചു കയറ്റുന്ന ചിത്രമാണ് ആലേഖനം ചെയ്തിരിക്കുന്നത്. പ്രധാനമായും രണ്ട് ചിന്തകളാണ് എന്റെ മനസ്സിൽ ഈ ഐക്കൺ ദർശനം ഉയർത്തിയത്. ഒന്നാമതായി, ക്രിസ്തീയ വേദചിന്തയിലുള്ള മനുഷ്യ ദർശനത്തിൽ മനുഷ്യൻ ആത്യന്തികമായി ദൈവസ്വരൂപവും സാദൃശ്യവുമാണ്. തെറ്റുകളും കുറവുകളും സംഭവിക്കാമെങ്കിലും അവനിലുള്ള ദൈവ സാദൃശ്യത്തിലേക്ക് തിരികെ എത്തുവാനുള്ള സാധ്യതകൾ ഒരിക്കലും നഷ്ടമാകുന്നില്ല എന്നത് തന്നെ. അതായത് മനുഷ്യൻ ദൈവകൃപയിൽ നിന്ന് ഒരിക്കലും പൂർണ്ണമായി അകന്നു പോകുന്നില്ല എന്നതാണ്. ചുരുക്കത്തിൽ മനുഷ്യൻ ദൈവനിഷേധിയായി തീർന്നാലും അവനിൽ നിന്ന് കൃപാദാനം നഷ്ടപ്പെടുന്നില്ല. ഏദൻ തോട്ടത്തിൽ നിന്ന് നിഷ്കാസിതരായ ആദാമിനെയും ഹവ്വയെയും പിന്തുടരുന്ന ദൈവകൃപ അവസാനം ദൈവപുത്രന്റെ മനുഷ്യാവതാരത്തിലൂടെ അവർക്ക് പറുദീസയിലേക്ക് വീണ്ടും പ്രവേശനം നൽകുന്നു. രണ്ടാമതായി, ഓർത്തഡോക്സ് ദൈവശാസ്ത്രത്തിൽ ആദാമും ഹവ്വയും ക്രിസ്തുവിൽ കൂടി വീണ്ടെടുക്കപ്പെട്ടവരാണ്. പ്രത്യേകമായി അവരെ വിശുദ്ധ പദവിയിലേക്ക് പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ കൂടി അവരെ വിശുദ്ധരുടെ സമൂഹത്തിലാണ് സഭ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വിശുദ്ധ കുർബാനയുടെ ഒരുക്ക ശുശ്രൂഷയിൽ ആദാം മുതലുള്ള സകലരെയും അനുസ്മരിക്കുന്നു. പിതൃവിജ്ഞാനീയത്തിലെ ഒരു ഉദ്ധരണി ശ്രദ്ധിക്കുക. ഇഫ് ക്രൈസ്റ്റ് ഡൈഡ് ഫോർ യു ആൻഡ് ഫോർ ദ അതർ, ഹൗ ക്യാൻ യു ജഡ്ജ് ഓർ ബ്ലെയിം ദ അതർ? ഇന്നും നാം വലതുഭാഗത്തെ കള്ളനെ കള്ളൻ എന്ന് തന്നെ വിളിക്കുന്നു. സക്കായിയെ ചുങ്കക്കാരൻ എന്ന് ചേർത്ത് വിളിക്കാൻ ഇഷ്ടപ്പെടുന്നു. തോമസ് ലീഹായെ സംശയാലുവായ തോമസ് എന്ന് വിളിക്കുന്നു. മനഃശാസ്ത്ര പഠനങ്ങളിൽ പ്രൊജക്ഷൻ എന്നൊരു വാക്ക് അർത്ഥപൂർണമായി നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മിലുള്ള നാം ഇഷ്ടപ്പെടാത്ത ചില ബലഹീന സ്വഭാവങ്ങൾ മറ്റുള്ള ചിലരിൽ നാം ബോധപൂർവമായോ അല്ലാതെയോ പ്രതിഫലിപ്പിക്കുന്നു. ഇത് നമ്മുടെ ഈഗോയെ സംരക്ഷിക്കുവാനുള്ള ഒരു പ്രതിരോധന മാർഗമാണ്. പക്ഷേ പ്രധാന പ്രശ്നം നാം ഇത് തിരിച്ചറിയാതെ പോയാലുള്ള അപകടമാണ്. അത് നമ്മെ അനുതാപമില്ലാത്ത സ്വയം നീതീകരണത്തിലേക്ക് നയിക്കുമെന്ന് മാത്രമല്ല, നിഷ്കളങ്കരായ മറ്റുള്ളവരെ നാം കുറ്റവാളികളാക്കുകയും അതുവഴി സമൂഹത്തിന്റെ ഭദ്രതയെ തകർക്കുകയും ചെയ്യും. ഒരുപക്ഷെ തെറ്റുകൾ ഒരിക്കൽ സംഭവിച്ചു പോയവരെ എന്നും കുറ്റവാളികളായി കാണുന്നതും അവരെ മറ്റുള്ളവരുടെ മുന്നിൽ സദാ പരിഹാസപാത്രമാക്കുവാൻ ശ്രമിക്കുന്നതുമൊക്കെ നമ്മുടെ തന്നെ ഒരു രഹസ്യ അജണ്ടയുടെ ഭാഗമാണോ എന്ന് വിലയിരുത്തുന്നതും ഉചിതമായിരിക്കുമെന്ന അഭിപ്രായത്തോടെയാണ് കുറിപ്പ് അവസാനിക്കുന്നത്.